കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഗൈസ്, വെൽക്കം ടു ടെക് മലയാളം. നമ്മളെല്ലാവരും ഫോണിൽ വാൾപേപ്പർ സെറ്റ് ചെയ്യാറുണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഓരോ തീമിനനുസരിച്ച് ഒരു വാൾപേപ്പർ വെക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഈ വാൾപേപ്പറൊക്കെ നമ്മൾ സെർച്ച് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് കഷ്ടപ്പെടാറുണ്ട്. പക്ഷേ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്ലേ സ്റ്റോറിൽ നമുക്ക് വളരെ ചെറിയ MB-യിൽ ഒരു കിഡിലൻ ആപ്പ് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് യുണീക്കും ക്രിയേറ്റീവുമായ ഒരുപാട് വാൾപേപ്പേഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ കാറ്റഗറി ഏതാണോ അതനുസരിച്ച് നമുക്കിത് സെർച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വാൾപേപ്പർ സെലക്ട് ചെയ്യാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് വാൾപേപ്പറാണ് സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് തന്നെ നമ്മുടെ ഫോണിലത്തെ ഐക്കൺസും കസ്റ്റമൈസ് ആവും. അപ്പോൾ എങ്ങനെയാണ് ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫോൺ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാമെന്ന് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഫോണിൽ വാൾപേപ്പർ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം അതിൽ മിനിമലിസ്റ്റ് വാൾപേപ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആപ്പാണ് കിട്ടുക. ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇനീഷ്യലൈസിങ് ഇൻ്റർഫേസ് കാണാൻ കഴിയും. അത് കഴിയുമ്പോൾ ആപ്പ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് വാൾപേപ്പേഴ്സ് ആണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊന്നും തീരെ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഭയങ്കര സിമ്പിൾ വാൾപേപ്പേഴ്സ് ആണ്. എല്ലാം വ്യത്യസ്തമായ വാൾപേപ്പേഴ്സുമാണ്. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വാൾപേപ്പർ സെലക്ട് ചെയ്യാം. നമ്മളൊരു വാൾപേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീനിൻ്റെ മുകളിലായിട്ട് ഒരു ഹാർട്ട് സൈൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വാൾപേപ്പർ നമ്മുടെ ഫേവറേറ്റ്സ് ഫോൾഡറിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. താഴെ റൈറ്റ് ബോട്ടമിൽ നമുക്കൊരു പ്ലസ് ചിഹ്നം കാണാം. അത് പ്രസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ സെറ്റ് ആസ് അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഇമേജ് നമുക്ക് നമ്മുടെ ഫോൺ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ സ്ലൈഡ് ഷോ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ലിസ്റ്റ് ഓഫ് വാൾപേപ്പേഴ്സ് സ്ലൈഡ് ഷോ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഫോട്ടോ ഷെയർ ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതിലൂടെയാണ് നമുക്ക് ഷെയർ ചെയ്യേണ്ടത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫോട്ടോ സേവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ നമുക്ക് ഈ സേവ് ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇമേജ് സേവ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. സോ ഇപ്പോൾ നമ്മുടെ ഈ ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് സൂം ചെയ്ത് ഇതിന് റെസൊല്യൂഷൻ ഒട്ടും പോകാതെ തന്നെ കാണണമെങ്കിൽ താഴെയുള്ള സൂം ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിത് സൂം ചെയ്ത് കാണാവുന്നതാണ്. ഇതിന് റെസൊല്യൂഷൻ ഒട്ടും തന്നെ കുറയുന്നതല്ല. ഇനിയിപ്പോൾ നമുക്കിത് ഓരോ കാറ്റഗറൈസ് ആയിട്ട് സെലക്ട് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ മെനു ബാറിൽ പോവാം. അവിടെ പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ 100 ലേറ്റസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിലായിരിക്കും ഡെയിലി അപ്ഡേഷൻ വരുന്ന വാൾപേപ്പേഴ്സ് വരുന്നുണ്ടാവാം. അത് കഴിഞ്ഞ് നമുക്ക് ഐക്കൺ പാക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ ഐക്കൺ പാക്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ താഴെ നമുക്ക് കാറ്റഗറി ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇനി ഒരുപാട് കാറ്റഗറീസ് അവൈലബിൾ ആയിരിക്കും. ലൈക്ക് ഫുഡ്, ഫണി, ഗെയിംസ്, അങ്ങനെ ഒരുപാട് ലവ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇതിലേതാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണോ ഇഷ്ടം അത് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു വാൾപേപ്പർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഫേവറേറ്റ് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മുടെ ഫേവറേറ്റ് ഫോൾഡറിലേക്ക് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ യൂസ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ ഇഷ്ടപ്പെട്ടു, അപ്പോൾ നമുക്കത് വീണ്ടും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ഫേവറേറ്റ് ഫോൾഡേഴ്സിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായി വളരെ കുറഞ്ഞ സ്റ്റെപ്പിൽ നമ്മുടെ ഫോൺ അട്രാക്റ്റീവ് ആക്കാനുള്ള ഒരു ചെറിയ ആപ്പാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഫോണ് ഒരു അടിപൊളി ഫോണാക്കി മാറ്റാൻ ഈ ആപ്പ് ഒരുപാട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്യുക, ഇത് യൂസ് ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ഒരുപാട് ആപ്പുകൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ആപ്പിൽ നമുക്ക് കുറച്ചും കൂടെ യുണീക്കും ക്രിയേറ്റീവുമായ വാൾപേപ്പേഴ്സ് ആണുള്ളത്. അതോടൊപ്പം തന്നെ ഇതിലുള്ള വാൾപേപ്പേഴ്സിന് ഡെയിലി അപ്ഡേഷനും ഉണ്ടാവുന്നതാണ്. സോ ഈ ആപ്പ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ടെക് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. Till then, bye.